Hi dear students, warm welcome to our English class. Today we are discuss our new chapter, new unit, The Great Adventure. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് പുതിയൊരു യൂണിറ്റാണ്. നമ്മൾ 4 യൂണിറ്റ് വളരെ രസകരമായിട്ട് അതിൻ്റെ പാഠപ്രവർത്തനങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി 5ാമത്തെ അതായത് ലാസ്റ്റ് യൂണിറ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സാഹസം അല്ലേ? അപ്പോൾ ഒരു വലിയ സാഹസം. നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ പല ജനങ്ങളെ നമ്മൾ കാണാറുണ്ട് അല്ലേ? പല വൈകല്യങ്ങളിലെ മനുഷ്യന്മാരെ നമ്മൾ കാണാറുണ്ട് അല്ലേ? പക്ഷേ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് കുറേ വൈകല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ച് അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ദൈവത്തിന് നമ്മൾ നന്ദി പറയണ്ടേ? പക്ഷേ നമ്മുടെ ചുറ്റുപാടിൽ ധാരാളം വൈകല്യങ്ങളുള്ള പല രീതിയിലുള്ള മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഇവരെല്ലാവരും അവരുടേതായ ഓരോ മേഖലകളിൽ അവർ തിളങ്ങി നിൽക്കാറുണ്ട് അല്ലേ? പല മേഖലയിലും, പാട്ടിലായാലും ഡാൻസിലായാലും അങ്ങനെ പല മേഖലകളിൽ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാറുണ്ട്. നമുക്ക് പല വ്യക്തിത്വങ്ങളെ അറിയാം അല്ലേ? നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ 2 പ്രൊഫൈല് കൊടുത്തിട്ടാണ്. 2 ആളുകളുടെ പ്രൊഫൈൽ. നിങ്ങൾക്കറിയോ അവരെ രണ്ടാളെയും? ഒന്ന് നോക്കൂ, പാഠപുസ്തകത്തിലേക്ക് നോക്കൂ. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, അതുപോലെ വൈക്കം വിജയലക്ഷ്മി. ഇവരെ 2 ആളുടെ പ്രത്യേകത എന്താണ്? ഇവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഇവരുടെ പ്രത്യേകത? നമ്മൾ നോക്കുക. ആദ്യത്തെ ആൾ എന്താണ്? സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ഈസ് എ ഗ്രേറ്റ് ഫിസിസ്റ്റ് known for his work regarding black hole in space. He has authored several popular science books, even at an early age. Hawking showed a passion for science and astronomy. At the age of 21, while studying at Cambridge, he was diagnosed with a serious disease. Gradually, he became entirely paralyzed and his life got confined to a wheelchair. Despite his illness, he has done groundbreaking work in physics and astronomy. എന്താണ്? നമുക്ക് ഇതിൻ്റെ മൊത്തത്തിൽ പറഞ്ഞു നോക്കാം. എന്താണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്? അദ്ദേഹം എന്താണ്? ബഹിരാകാശത്തെ തെർമഗോളങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ആളാണ്. ബഹിരാകാശത്തുള്ള ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ടുള്ള ആളാണ്. ആരെ? പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. അദ്ദേഹം നിരവധി ശാസ്ത്ര പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഹോക്കിംഗ് ശാസ്ത്രത്തോടും ജ്യോതിശാസ്ത്രത്തോടും താല്പര്യം കാണിച്ചിരുന്നു. പിന്നെ 21-ാം വയസ്സിൽ അദ്ദേഹം കാംബ്രിഡ്ജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലത്ത് അദ്ദേഹത്തിന് ഗുരുതരമായ ഒരു അസുഖം പിടിപെട്ടു. ക്രമേണ അദ്ദേഹം ചലനശേഷിയെല്ലാം നഷ്ടപ്പെട്ട് വീൽ ചെയറിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം വഴുതി മാറി. ഈ അവസ്ഥയിലും ഹോക്കിംഗ് ഫിസിക്സിലും ജ്യോതിശാസ്ത്രത്തിലും വിലപ്പെട്ട സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അല്ലേ? ഈ ഇടയായിട്ട് ആണ് അദ്ദേഹം മരിച്ചത്. നിങ്ങളൊക്കെ വാർത്തകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി നമുക്ക് 2000-ന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അടുത്ത ആൾ നമ്മുടെ പ്രൊഫൈൽ കൊടുത്തിട്ടുള്ള വൈക്കം വിജയലക്ഷ്മി. ആരാണ് വൈക്കം വിജയലക്ഷ്മി? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര ഫേമസ് ആയൊരു പാട്ടായിരുന്നു. ഏത്? കാറ്റേ കാറ്റേ പൂങ്കാവനത്തിലെ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടുണ്ടല്ലോ. ആ പാട്ട് നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ എന്താണ് മലയാള സിനിമയിൽ തന്നെ വളരെ ഫേമസ് ആയ സെല്ലുലോയിഡ് എന്നുള്ള ആ സിനിമയിലെ കാറ്റേ കാറ്റേ എന്നുള്ള ആ പാട്ട്. ആ പാട്ടിലൂടെയാണ് ഇവളെന്താണ് ഫേമസ് ആയി മാറുന്നത് അല്ലേ? നോക്കി നമുക്ക് വായിച്ച് നോക്കാം. വൈക്കം വിജയലക്ഷ്മി ഈസ് ഗിഫ്റ്റഡ് സിംഗർ വിത്ത് അനീക്യു വോയിസ്. ഷീ ഈസ് ബ്ലൈൻഡ് ബൈ ബർത്ത്. റൈറ്റ് ഫ്രം ഏർലി ചൈൽഡ്ഹുഡ് ഷീ ഷോവഡ് extraordinary talent in singing. She could easily identify the raga of song even if heard of the first time. She learned more than 100 ragas without any formal training in music. She is also an expert at
playing Gayatri Veena. She has performed at more than 400 venues across India. She is also playback singer. The song Kate Kate, sung by her in Malayalam movie Celluloid, won great appreciation. ഓക്കെ, എന്താ പറഞ്ഞത്? ഈ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, വൈക്കം വിജയലക്ഷ്മി അല്ലേ? എന്താ പറഞ്ഞത്? നല്ല മനോഹരമായ ശബ്ദത്തിനുടമയാണ്, അനുഗ്രഹീതമായ ഗായികയാണ് ആര്? വൈക്കം വിജയലക്ഷ്മി. ദൈവം എന്താണ്? നല്ല ശബ്ദം കൊണ്ട് അനുഗ്രഹിച്ച വ്യക്തിയാണ്. വിജയലക്ഷ്മി ജന്മന അന്ധനയാണ്. അതായത് എന്താണ്? ജനിക്കുമ്പോൾ തന്നെ എന്താണ്? ബൈ ബർത്ത് എന്താണ്? ബ്ലൈൻഡുള്ള ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് പാടാനുള്ള അസാധാരണമായ കഴിവുണ്ട്. അതായത് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് എന്താണ്? നല്ല പാടാനുള്ള കഴിവുണ്ടായിരുന്നു. ആദ്യം ഒരു പാട്ടിൻ്റെ രാഗം കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് ഏതാണ് ആ പാട്ട് എന്ന് തിരിച്ചറിയാൻ, ആ രാഗം ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവൾക്കുണ്ടായിരുന്നു. എന്താണ് ഔപചാരികമായ പഠനമൊന്നും, സംഗീത പഠനങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവൾക്ക് നന്നായി 100-ലധികം രാഗങ്ങൾ ഈ പെൺകുട്ടി ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. അതായത് ബേസിക്കൽ പഠനമൊന്നുമില്ലാതെ തന്നെ അവൾക്ക് പാടാനുള്ള കഴിവുണ്ടായിട്ടുണ്ട്. ഗായത്രി വീണ വായിക്കുന്നതിലും നല്ല മിടുക്കിയാണ് ഇവൾ. അതുപോലെ തന്നെ ഇന്ത്യയിലൊട്ടാകെ 400-ലധികം വേദികളിൽ ഈ പെൺകുട്ടി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വിജയലക്ഷ്മി ഒരു പിന്നണി ഗായികയാണ്, പ്ലേബാക്ക് സിംഗറാണ്. അതായത് പിന്നണി ഗായിക കൂടിയാണ്. പിന്നെ നമ്മുടെ മലയാള സിനിമയിലെ സെല്ലുലോയിഡ് എന്നുള്ള സിനിമയിൽ പാടിയ കാറ്റേ കാറ്റേ എന്ന ഗാനം ഏറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇതാണ് ഇവരെക്കുറിച്ചുള്ള, രണ്ടാളെക്കുറിച്ചിട്ടുള്ള ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ക്ലാസ് എന്തായിരിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം നമ്മുടെ ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട, ഇത്തരത്തിലുള്ള ജീവിത രീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും നമ്മുടെ ക്ലാസ്. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്തേക്ക് പോയാലോ? ഓക്കെ, വായിച്ചു നോക്കൂ. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ. എന്താണ് ഗ്രേറ്റ് അഡ്വഞ്ചർ? നമ്മൾ പറഞ്ഞു എന്താണ്? വലിയ സാഹസമാണ് അല്ലേ? ദ ഗ്രേറ്റ് അഡ്വഞ്ചറിന് വലിയ സാഹസമാണ്. നമുക്ക് നോക്കാം. Here is a story of a little girl named Toto Jan who encouraged a differently able boy to climb tree. എന്താ പറഞ്ഞത്? ഒരു ഭിന്നശേഷിയുള്ള ഒരു ആൺകുട്ടിയെ മരത്തിൽ കയറാൻ സഹായിക്കുന്ന ടോട്ടോ ജാൻ എന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ കഥയാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ വിവരിക്കാൻ പോകുന്നത്. മനസ്സിലല്ലേ? ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ഗേൾ നെയ്മഡ് ടോട്ടോ ജാൻ. ഇവിടെ ഒരു ടോട്ടോ ജാൻ എന്നുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ്. എൻകറേജ് ഡിഫറെൻറ്റ് ആബിൾ ബോയ്. ഒരു ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയെ സഹായിക്കുന്ന, ക്ലൈംബിംഗ് ട്രെൻഡിൽ മരം കയറാൻ വേണ്ടി സഹായിക്കുന്ന, ധൈര്യം നൽകുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമുക്കിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ വായിച്ചു നോക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചു നോക്കൂ. The students at Tomio School each had a tree in the school ground. They considered it as their own climbing tree. Toto Jan's tree stood on the edge of the school ground near the fence. It was a large tree and slippery to climb, but if you climbed it skillfully, you could get to fork about 6 feet from the ground. The fork was as comfortable as the hammock. Toto Jan used to climb there during recess and after school. She would sit on the fork and look into the distance over the sky, at the sky. Watch the people pass by. The students at Tomo School each had a tree in the school ground. നമ്മുടെ ടോമോ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ സ്കൂൾ ഗ്രൗണ്ടിൽ അവരുടേതായ ഓരോ മരങ്ങളുണ്ടായിരുന്നു. They consider it
ആസ് ദെയർ ഓൺ ക്ലൈംബിംഗ് ട്രീ. അവരെ പരിഗണിക്കുന്നത് എന്താണ്? അവരുടെ മരമായിട്ടാണ്, അവരുടെ സ്വന്തം മരമായിട്ടാണ് അവരതിനെ പരിഗണിക്കുന്നത്. ടോട്ടോജാൻസ് ട്രീ സ്റ്റുഡ് ഓൺ ദ എഡ്ജ് ഓഫ് ദ സ്കൂൾ ഗ്രൗണ്ട് നിയർ ദ ഫെൻസ്. ടോട്ടോജാൻ എന്നുള്ള ആ കുട്ടിയുടെ മരം എവിടെയാണ്? സ്കൂൾ ഗ്രൗണ്ടിൻ്റെ എഡ്ജിലാണ്, സ്കൂളിൻ്റെ ഒരു എഡ്ജ് അറ്റത്താണുള്ളത്. ഗ്രൗണ്ട് നിയർ ദ ഫെൻസ് എവിടെയാണ്? വേലിയോട് ചാരിയിട്ട് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഒരു അറ്റത്താണ് അവളുടെ മരമുള്ളത്. ഇറ്റ് വാസ് എ ലാർജ് ട്രീ. അതൊരു വലിയ മരമായിരുന്നു. ആൻഡ് സ്ലിപ്പേർലി ടു ക്ലൈംബ്. നമ്മൾ അതിലേക്ക് കയറുമ്പോൾ അതിങ്ങനെ സ്ലിപ്പായിട്ട് വഴുതി പോകുമായിരുന്നു. ബട്ട് ഇഫ് യു ക്ലൈംബ് ഇറ്റ് സ്കിൽഫുള്ളി യു കുഡ് ഗെറ്റ് ടു എ ഫോക്ക് അബൌട്ട് 6 feet ഫ്രം ദ ഗ്രൗണ്ട്. നിങ്ങൾ അതിലേക്ക് കയറുകയാണെങ്കിൽ, നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾ അതിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾ എവിടെ എത്തിച്ചേരും? 6 feet 6 അടി ഉയരത്തിലുള്ള ഒരു ശാഖയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ഗ്രൗണ്ടിൽ നിന്ന് 6 അടി ഉയരത്തിലാണ് ആ ശാഖയുള്ളത്. ദ ഫോക്ക് വാസ് എ കംഫർട്ടബിൾ ആസ് ദ ഹെമ്മോക്ക്. ആ ഫോക്ക് ഉണ്ടല്ലോ, ആ നമ്മുടെ ആ ശാഖ എന്ന് പറയുന്നത് എന്താണ്? ശരിക്ക് നല്ല ഒരു ഊഞ്ഞാല് പോലെ, അല്ലെങ്കിൽ എന്താണ്, മെത്ത പോലെ നല്ല ഒരു ഷേപ്പിലുള്ള ഒരു ശാഖയാണത്. ഓക്കെ. ടോട്ടോജാൻ യൂസ് ടു ക്ലൈം ദർ ഡ്യൂറിങ് റെസസ് ആൻഡ് ആഫ്റ്റർ സ്കൂൾ. ടോട്ടോജാൻ എപ്പോഴും അതിൽ പതിവായിട്ട് ആ മരത്തിൽ എപ്പോഴൊക്കെ അവളുടെ ഇൻ്റർവെൽ സമയത്ത് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, അതുപോലെ സ്കൂൾ വിട്ടതിന് ശേഷമൊക്കെ അതിൽ പതിവായിട്ട് കയറാറുണ്ട്. ഷീ വുഡ് സിറ്റ് ഓൺ ദ ഫോക്ക്. അവൾ അവിടെ ആ ഫോക്കിൽ, അതിൻ്റെ ആ ശാഖയിലെത്തിയാൽ ലുക്ക് ഇൻ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ സ്കൈ. അവൾ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കും, അതുപോലെ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കും. വാച്ച് ദ പീപ്പിൾ പാസ് ബൈ. അതിലൂടെ നടന്നു പോകുന്ന ആളുകളിലേക്കൊക്കെ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് നോക്കിയാൽ അടുത്ത പാരഗ്രാഫ്. ദ ചിൽഡ്രൻ കൺസിഡേർഡ് ദെയർ ട്രീ ദെയർ ഓൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇഫ് യു വാണ്ട് ടു ക്ലൈംബ് സംവൺ എൽസ് ട്രീ യു ഹാഡ് ടു സീക്ക് ദെയർ പെർമിഷൻ വെരി പൊളൈറ്റ്ലി, സെയിങ് എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ എന്നൊക്കെ. എന്താണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ? ദ ചിൽഡ്രൻ കൺസിഡേർഡ് ദെയർ ട്രീ ദെയർ ഓൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഓരോ കുട്ടിയും തൻ്റെ മരം തൻ്റെ മാത്രം പൊതു സ്വത്താണെന്നാണ് കരുതിയിരുന്നത്. അവരുടേതാണ്, എൻ്റെ മരമാണിത്, ഇതിലേക്ക് വേറൊരാൾക്കും പ്രവേശനമില്ല എന്നൊക്കെയാണ് അവർ കരുതി. ഇഫ് യു വാണ്ട് ടു ക്ലൈം സംവൺ എൽസ് ട്രീ യു ഹാഡ് ടു സീക്ക് ദെയർ പെർമിഷൻ വെരി പൊളൈറ്റ്ലി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുടെ മരത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് ചോദിച്ചുകൊണ്ട്, അതായത് വളരെ ദയാലുവായിട്ട്, വളരെ ഭവ്യതയോടുകൂടി, വിനയപൂർവ്വം അവരോട് ചോദിക്കണം. എന്ത്? എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ എന്നൊക്കെ അവരോട് ഞാൻ അങ്ങോട്ട് കടക്കട്ടെ എന്നൊക്കെ നമ്മൾ വളരെ മാന്യതയോടുകൂടി അവരോട് ചോദിച്ചാലേ അവരതിനുള്ള പെർമിഷൻ നൽകുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നമുക്ക് വായിച്ച് നോക്കാം. യാസുക്കി ചാൻ ഹാഡ് പോളിയോ. ഹി ഹാഡ് നെവർ ക്ലൈംബ് എ ട്രീ, സോ he could not climb any tree as his own. That is why Totojan decided to invite him to her tree. They kept it a secret. They thought people would create a fuss if they knew. When she left home, Totojan told her mother that she was going to visit Yasuki-chan at his home. She was telling a lie, so she tried not to look at mother. She kept her eyes on her shoelace. Rocky, her dog, followed her to the station. When they parted company, she told Rocky the truth. I am going to let Yasuki-chan climb my tree. എന്താ പറഞ്ഞത് നോക്കി. യാസുക്കി ചാൻ ഹാഡ് എ പോളിയോ. യാസുക്കി ചാൻ ഒരു പോളിയോ ബാധിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഹി ഹാഡ് നെവർ ക്ലൈംബ് എ ട്രീ. അവൻ ജീവിതത്തിൽ ഒരിക്കലും മരത്തിൽ കയറിയിട്ടില്ല. സോ ഹി കുഡ് നോട്ട് ക്ലൈംബ് എനി ട്രീ ആസ് ഹിസ് ഓൺ. അവൻ്റേതായ അതുകൊണ്ട് തന്നെ അവനൊരിക്കലും തൻ്റെ ഇതെന്ന് പറയാൻ യാസുക്കി ചാൻ അവർക്ക് ഒരു മരവുമില്ല. നമ്മൾ പറഞ്ഞു സ്കൂളിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ മരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവന് മരത്തിൽ കയറാറില്ല. അതുകൊണ്ട്
ഹീ കുഡ് നോട്ട് ക്ലൈംബ് എനി ട്രീ ആസ് ഹിസ് ഓൺ. അതുകൊണ്ട് തന്നെ അവനക്ക് എന്താണ് അവൻ്റേതായ ഒരു മരവും ആ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് വൈ ടോട്ടോ ജാൻ ഡിസൈഡഡ് ടു ഇൻവൈറ്റ് ഹിം ടു ഹെർ ട്രീ. അതുകൊണ്ട് തന്നെ യാസുക്കി ചാൻ എന്താണ് ടോട്ടോ ജാന് എന്താണ് അവളുടെ മരത്തിലേക്ക് അവനെ ക്ഷണിച്ചു. ദേ കെപ്റ്റ് ഇറ്റ് എ സീക്രട്ട്. ഈ ക്ഷണമുണ്ടല്ലോ അതൊരു സീക്രട്ടായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചു. ദേ തോട്ട് പീപ്പിൾ വുഡ് ക്രിയേറ്റ് എ ഫസ് ഇഫ് ദേ ന്യൂ. അവർ വിചാരിച്ചെന്താണ്, അവർ ചിന്തിച്ചു ഇതെങ്ങാനും മറ്റുള്ള കുട്ടികൾ അറിയുകയാണെങ്കിൽ അവരെന്താട്ടും വലിയ ഒച്ചപ്പാടുണ്ടാക്കും, വലിയ അവരെ കളിയാക്കും എന്ന് അവർ വിചാരിച്ചു. വെൻ ഷീ ലെഫ്റ്റ് ഹോം, എന്താണ് അവൾ അങ്ങനെ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ടോട്ടോ ജാൻ ടോൾഡ് ഹെർ മദർ, അവൾ അവളുടെ അമ്മയോട് പറഞ്ഞു ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു വിസിറ്റ്, എന്താണ് ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകണം ആരെ, യാസുക്കി ചാൻ അറ്റ് ഹിസ് ഹോം. യാസുക്കി ചാനെ ഞാൻ എന്താണ് അവളുടെ വീട്ടിലേക്ക് അവൻ്റെ വീട്ടിൽ പോയിട്ട് വിസിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞു. ഷി വാസ് ടെല്ലിങ് എ ലൈ, അവളെന്താണ് അവർ നുണ പറഞ്ഞതായിരുന്നു. സോ ഷീ ടയേർഡ് നോട്ട് ലുക്ക് അറ്റ് ദ മദർ. അങ്ങനെ അവൾ നുണ പറയുന്നത് ആയതുകൊണ്ട് തന്നെ എന്താണ് അവൾ അവളുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയില്ല. ഷീ കെപ്റ്റ് ഹെർ ഐസ് ഓൺ ഹെർ ഷൂലേസ്. അതുകൊണ്ട് തന്നെ അവൾ എവിടെയൊക്കെ നോക്കി അവളുടെ ഷൂലേസിലേക്ക് ഇങ്ങനെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവൾ അമ്മയോട് പറഞ്ഞു ഞാൻ എന്താണ് യാസുക്കി ചാൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. റോക്കി ഹെർ ഡോഗ് ഫോളോഡ് ഹെർ. റോക്കി എന്നുള്ള അവളുടെ നായം തട്ടി അവളെ ടു ദ സ്റ്റേഷൻ വരെ അവളെ പിന്തുടർന്നു. വെൻ ദേ പാർട്ടഡ് കമ്പനി, അവർ രണ്ടും ഭയങ്കര കമ്പനിയായിരുന്നു. ഷീ ടോൾഡ് റോക്കി ദ ട്രൂത്ത്. അങ്ങനെ അവളെന്താട്ടി ആ റോക്കിയോട് അവൾ സത്യം പറഞ്ഞു. എന്ത്, ഐ ആം ഗോയിങ് ടു ലെറ്റ് യാസുക്കി ചാൻ ക്ലൈം മൈ ട്രീ. ഞാൻ എവിടേക്കാണ് പോകുന്നത്, യാസുക്കി ചാൻ എൻ്റെ മരത്തിൽ കയറാൻ വേണ്ടി ഞാൻ പോവാണ് കേട്ടോ എന്ന് ആരോട് പറഞ്ഞു, അവളുടെ കമ്പനിയായ റോക്കിയോട് അവൾ പറഞ്ഞു. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, ഇന്ന് നമ്മൾ എടുത്ത പാഠഭാഗത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, ടോമിയോയിലെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടേതായ മരം എന്ന് പറയുന്ന ഒരു മരം അവരുടെ സ്കൂൾ ഗ്രൗണ്ടിലുണ്ട്. അവരൊക്കെ എന്താട്ടും അവരുടെ സ്കൂൾ ഗ്രൗണ്ടിൽ ചെന്ന് അവരൊക്കെ ഇൻ്റർവെൽ സമയത്തും അതുപോലെ സ്കൂൾ വിട്ടതിന് ശേഷവും എല്ലാം അവരെന്താണ് അവരുടെ ആ മരത്തിൽ കയറും. അത് അവരുടെ സ്വന്തം മരമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുപോലെ നമ്മുടെ ടോട്ടോ ജാൻ എന്ന ഒരു പെൺകുട്ടിക്കും അവളുടെ ഒരു മരമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്, ഭൂമിയിൽ നിന്നും 6 അടി ഉയരത്തിലാണ് അതിൻ്റെ ഒരു ശാഖ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ട് വേണം ആ ശാഖയിലേക്ക് എത്തിച്ചേരാൻ. അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് അവളെന്താണ് അതിലൂടെ ചുറ്റുപാടുമുള്ള നല്ല മനോഹരമായ കാഴ്ചകളാണ്, അതിലൂടെ നടന്നു പോകുന്നവരെ കാണാം, അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, മറ്റുള്ളവരുടെ മരത്തിലെങ്ങാനും കടക്കണമെങ്കിൽ അവർ പ്രത്യേക പെർമിഷൻ അവർക്ക് വേണം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ ടോട്ടോ ജാൻ എന്നുള്ള വിദ്യാർത്ഥി, നമ്മുടെ യാസുക്കി ചാൻ എന്നുള്ള ഒരു പോളിയോ ബാധിച്ച ഒരു വിദ്യാർത്ഥിയുണ്ട്. അവനിക്കാണെങ്കിലോ ഒരു മരവുമില്ല, അവനക്ക് ഇതുവരെ അവൻ ജീവിതത്തിൽ മരം കയറിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ മരത്തിലേക്ക് ഒരു ദിവസം അവനെ ക്ഷണിച്ചു. അങ്ങനെ ഇത് മറ്റുള്ളവരറിഞ്ഞാൽ അവരെ കളിയാക്കുമെന്നതുകൊണ്ട് വളരെ രഹസ്യമാക്കിയിട്ടാണ് അവരത് വെച്ചത്. ഒരു ദിവസം അമ്മയോട് കളവ് പറഞ്ഞുകൊണ്ട് ഈ ടോട്ടോ ജാന് ആരുടെ വീട്ടിലേക്ക് പോയി, യാസുക്കി ചാൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വീട്ടിൽ നിന്നിറങ്ങി. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന നായയോട് ഇവളെല്ലാം സത്യവും തുറന്നു പറഞ്ഞാൽ യാസുക്കി ചാനെ മരത്തിൽ കയറ്റാൻ വേണ്ടിയാണ് പോകുന്നത് എന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ചത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ നോക്കുകയും ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വൈ ഡു ദ ചിൽഡ്രൻസ് ഇൻ ടോട്ടോ ജാൻ സ്കൂൾ സീക്ക് പെർമിഷൻ ടു ക്ലൈംബിംഗ് ട്രീ? എന്തുകൊണ്ടാണ് ടോട്ടോ ജാൻ സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ അവരുടെ മരത്തിൽ കയറാൻ വേണ്ടി പെർമിഷൻ ചോദിക്കുന്നത് എന്നാണ് അല്ലേ. ഈ രണ്ടാമത്തെ നോക്കൂ, ഹാവ് യു എവർ ക്ലൈംബ് എ ട്രീ, ഹൗ ഡിഡ് യു ഫീൽ ദെൻ? എന്താണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മരത്തിൽ കയറിയിട്ടുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്താണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത്, ഡു യു ഹാവ് യുവർ ഓൺ ട്രീ ഇൻ സ്കൂൾ ഓർ അറ്റ് ഹോം? ഇഫ് നോട്ട്, ക്യാൻ യു തിങ്ക് ഓഫ് എ പ്ലാനിങ് ഓൺ? എന്താണ്, വീട്ടിലോ സ്കൂളിലോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വലിയ മരങ്ങളുമുണ്ടോ? ഇല്ലെങ്കിൽ ഒരെണ്ണം വെച്ച് പിടിപ്പിക്കണമെന്നാണ് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് മരമില്ലെങ്കിൽ നിങ്ങൾ എന്താണ് പ്ലാന്റിങ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?
ഇനി അടുത്തത്, വൈ ഡിഡ് ടോട്ടോ ജാൻ ഇൻവൈറ്റ് യാസുക്കി ചാൻ ടു ക്ലൈംബിങ് ഹെർ ട്രീ? എന്തുകൊണ്ടാണ് ടോട്ടോ ജാൻ യാസുക്കി ചാനെ മരത്തിൽ കയറാൻ ക്ഷണിച്ചത്? എന്തുകൊണ്ടാണ് അല്ലേ? അത് നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പോളിയോ ബാധിച്ച ഒരു വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് അവനക്ക് സ്വന്തമായിട്ട് മരങ്ങൾ, അതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിലാക്കി എഴുതട്ടോ. ഹൗ വിൽ ടോട്ടോ ജാൻ ഹെൽപ്പ് യാസുക്കി ചാൻ? എങ്ങനെയാണ് ടോട്ടോ ജാൻ യാസുക്കി ചാനെ സഹായിച്ചത്? എങ്ങനെയാണ് സഹായിച്ചത്? അത് നമുക്ക് നിങ്ങൾ എഴുതാം. എന്താണ്? ടോട്ടോ ജാൻ ക്ലൈംബ് ഹെർ ട്രീ, ഷീ വിൽ ഷെയർ ദ ഓണർഷിപ്പ് ഓഫ് ദ ട്രീ വിത്ത് യാസുക്കി ചാൻ അല്ലേ? അത് നിങ്ങൾ എഴുതണം കേട്ടോ. ടോട്ടോ ജാൻ ടോൾഡ് എ ലൈ ടു ഹെർ മദർ ബട്ട് ഷീ റിവീൽഡ് ദ ട്രൂത്ത് ടു റോക്കി. വാട്ട് മൈറ്റ് ബി ദ റീസൺ? ടോട്ടോ ജാൻ അമ്മയോട് നുണ പറഞ്ഞു അല്ലേ, എന്നാൽ അവളുടെ റോക്കിയോട് എന്താണ് സത്യം പറയുകയും ചെയ്തു. എന്താവും അതിന് കാരണം? എന്തായിരിക്കും? നിങ്ങളൊക്കെ എങ്ങനെ പറയാറുണ്ടോ? നിങ്ങളൊക്കെ നല്ല കുട്ടികളാണല്ലേ. അപ്പോൾ എന്തായിരിക്കും അതിന് കാരണമെന്ന് നിങ്ങൾ എഴുതാം. ഓക്കെ, ഇതാണ് ഇന്നത്തേത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ലാസ്റ്റ് നമുക്ക് നോക്കാം. നമ്മുടെ ലെറ്റസ് റിവ്യൂ ദ സ്റ്റോറി എന്ന്. ഡു യു ലൈക്ക് ടോട്ടോ ജാൻ സ്കൂൾ? വൈ? ഓക്കെ, അത് നിങ്ങൾ എഴുതാം. ഓക്കെ, ഡു യു ലൈക്ക് ടോട്ടോ ജാൻ സ്കൂൾ? നിങ്ങൾ ടോട്ടോ ജാൻ്റെ സ്കൂൾ ഇഷ്ടപ്പെടുന്നു? വൈ? എന്തുകൊണ്ട്? ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.